ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ചാലഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ 5ാമത്തെ ദിവസത്തിലൂടെ നമ്മൾ കടക്കുവാണ്. എല്ലാവരും പ്രോപ്പർ ആയിട്ട് ഈ ഓരോ ടാസ്കും ഫിനിഷ് ചെയ്യുന്നത് കാണുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഒരുപാട് കമന്റ്സും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. കഴിയുന്ന ചിലതൊക്കെ ഞാൻ ഹാർട്ട് ഇട്ടിട്ട് പോകാറുണ്ട്, ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം എല്ലാവരും അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നാളെ നമ്മൾ 5ാമത്തെ ദിവസത്തിലൂടെ കിടക്കുകയാണ്. 5ാമത്തെ ദിവസത്തിലേക്കുള്ള ടാസ്ക് എന്താണെന്ന് അറിയാൻ നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്കിൻ കെയറിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അതിനകത്ത് നമുക്ക് സ്കിൻ കെയറിൽ ഇന്റേണലും എക്സ്റ്റേണലും സ്കിൻ കെയർ റുട്ടീനുകൾ ഉണ്ട്. അതിൽ ഇന്റേണലി നമ്മുടെ സ്കിന്നെ ബെറ്റർ ആക്കി കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്റ്റേണലി എന്റെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ അങ്ങനെ പക്കയായിട്ട് ഒരു 100% ഒരു ഹെൽത്തി സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എന്താ പറയാ, ഒരു 70% അല്ലെ 80% ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ഷെയർ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും എന്റെ സ്കിൻ കെയർ റുട്ടീനും ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് AM and PM റുട്ടീൻ ഉണ്ട്. അതായത് രാവിലെ ചെയ്യുന്ന റുട്ടീൻ ആയിരിക്കില്ല രാത്രി ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരേപോലെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ കേട്ടോ. ഒന്നും നോക്കാതെ എന്തൊക്കെയോ ഞാൻ ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അനുചേച്ചിയായിട്ട് കൺസൾട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് യോഗ എക്സ്പേർട്ട് ആയിട്ടുള്ള പൂജയായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് AM വേറെ PM വേറെ റുട്ടീൻ ആണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലും ചില ചേഞ്ചസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും നമുക്ക് ശരിക്കും ആരും പറഞ്ഞു തരില്ല. നമ്മൾ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ജെന്വൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുക, അല്ലെങ്കിൽ ജെന്വൻ ആയിട്ടുള്ള വീഡിയോസ് കാണുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്ത് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ സ്കിൻ ടൈപ്പിനും എന്താ പറയാ, അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഓയിലി സ്കിന്നുള്ള ഒരാളാണെങ്കിൽ ആ ഓയിലി സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ക്രീമുകളും അല്ലെങ്കിൽ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസ് വാഷും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നോർമൽ ടു ഒരു ഓയിലി സ്കിൻ ആയിട്ടാണ്. അതും വെതർ അനുസരിച്ച് ചേഞ്ച് ആകും. കുറച്ച് ഹോട്ട് വെതർ ഒക്കെ ആണെങ്കിൽ നല്ല പോലെ ഓയിലി ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ച് കോൾഡ് വെതർ ആണെങ്കിൽ നോർമൽ ടു ഡ്രൈ ആവുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ AM ഞാൻ ഫോളോ ചെയ്യുന്ന റുട്ടീൻ, PM ഫോളോ ചെയ്യുന്ന റുട്ടീൻ ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് AM റുട്ടീൻ നോക്കാം. ഏത് ടൈപ്പ് സ്കിൻ ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള റുട്ടീൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ പ്രോപ്പർ ആയിട്ട് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഒരു നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഒരു ക്ലെൻസർ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് വാഷ് ആണ്. സിമ്പിളിന്റെ റിഫ്രഷിംഗ് ഫേസ് വാഷ്. ഇത് എന്താ ഒരു ബ്രാൻഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പല ബ്രാൻഡിന്റെ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങളടുത്ത് കാണിച്ചത്. അത് മിക്സഡ് ബ്രാൻഡ് ആയിരിക്കും. ഒരു ബ്രാൻഡിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതൊരു വീഗൻ പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് കളർ ആഡ് ചെയ്തിട്ടില്ല, പെർഫ്യൂം ആഡ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് മണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ സ്കിൻ എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിനെ പറ്റിയ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ ഫേസ് ക്ലെൻസ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒരു എന്താ പറയുക ടവൽ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ടോണർ ആണ്. ഞാൻ ഇതിന് മുമ്പ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിന്റെ നയാസിനമൈഡ് ടോണർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ടോണർ നമ്മളൊന്ന് ഫേസിൽ സ്പ്രേ ചെയ്യുക. എന്നിട്ട് അത് ഡ്രൈ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഒരു 10 to 20 minutes ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓരോന്നും അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ മിക്സ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്യരുത്. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ പെനിട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതൊന്ന് എന്താ പറയുക ഡ്രൈ ആവാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ഒന്നുകിൽ നമുക്ക് ഫാനിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ കൈ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലപോലെ ഒന്ന് ഫേസിൽ പെനിട്രേറ്റ് ആയി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാലാണ് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സിറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് പക്ഷേ ഇതൊരു സ്കിപ്പ് ചെയ്യാവുന്ന ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാം.
ഞാനിപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ട് സ്കിൻ കെയറിന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സിറം ഒക്കെ എന്റെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ രാവിലെ വേഗം ഡ്രസ്സ് ചെയ്തൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ഈ സിറം ഒക്കെ അപ്ലൈ ചെയ്യാൻ എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ഓപ്ഷണൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പൊ മോർണിംഗിൽ എം റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി സിറമാണ്. ടോണർ അപ്ലൈ ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതൊരു 3 to 4 എന്താ പറയുക ഡ്രോപ്പ് നമ്മുടെ കയ്യിൽ എടുത്തതിന് ശേഷം നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക മസാജ് ചെയ്ത് പിടിപ്പിക്കല്ല വേണ്ടത്. ഇങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനകത്തോട്ട് ഇത് നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. വൈറ്റമിൻ സി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് UV ഡാമേജ് എന്നാണ്. അതായത് നമുക്ക് സണ്ണിന്ന് ഡയറക്റ്റ് റേസ് നമ്മുടെ സ്കിന്നിലോട്ട് അടിക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പിഗ്മെന്റേഷനും അങ്ങനെയൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ലെയർ പോലെ ഇത് എന്താ പറയുക ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവില്ല, സൺ ഡാമേജ് കാരണം നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റർ ആക്കി കീപ്പ് ചെയ്യാനായിട്ടൊക്കെ വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. കെമിസ്റ്റ് എറ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സിറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തത് അനുചേച്ചിയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് 10% വൈറ്റമിൻ സി ഉണ്ട്, 0.5% ഹൈലറോണിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ എം റുട്ടീനിൽ നെക്സ്റ്റ്, അതായത് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സിറം. അതും നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ പെനിട്രേറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ സ്കിൻ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോയ്സ്ചറൈസറും നമ്മൾ ശരിക്കും അതൊരു ബേസിക് സ്റ്റെപ്പിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മോയ്സ്ചറൈസിങ്. അപ്പോൾ ഇതും നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ നല്ലപോലെ ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ ഒരു ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമുക്ക് വർക്ക് ആവില്ല. നമ്മുടെ സ്കിന്ന് അത് കൂടുതൽ ഓയിലി ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് എന്താ പറയുക ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്ത് അത് നിങ്ങൾ വാങ്ങാന്നുള്ളതല്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എന്റെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന അല്ലെങ്കിൽ 1 year ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് ആണ്. ഇതിപ്പോ എന്റെ 3ാമത്തെ ബോട്ടിലായിരിക്കും. കുറച്ച് പ്രൈസിയാണ് സംഭവം, പക്ഷെ എന്നാലും എന്താ പറയാ ഞാൻ വേറെ ഇപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ടോണർ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്താ പറയുക ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് എന്ന് പറയുന്നത്. വേഗം തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല പോലെ അബ്സോർബ് ആവും, സ്റ്റിക്കി അല്ല, ഓയിലി അല്ല. നമ്മുടെ സ്കിന്നിൽ എന്താ പറയാ അത് ഇട്ട പോലെ നമുക്ക് തോന്നില്ല. പക്ഷെ അതേസമയം നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും നല്ലൊരു എന്താ പറയാ നല്ലൊരു സോഫ്റ്റ് പ്ലംപ് ആയിട്ട് നമ്മുടെ സ്കിന്ന് കീപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഈ പ്രോഡക്റ്റ് എനിക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞത്. കാരണം ഞാൻ ഏകദേശം 1 year ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുവരെ എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നാത്ത ഒരു മോയ്സ്ചറൈസർ ആണിത്. ഒരു നോർമൽ ടു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രൈസിയാണ്, പക്ഷെ വർത്ത് ആണ്. ഇതിന്റെ നെയിം ന്യൂട്രോജന ഹൈഡ്രോ ബൂസ്റ്റ് ഹൈലറോണിക് ആസിഡ് വാട്ടർ ജെല്ലാണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ. അപ്പൊ ഇതാണ് മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ AM and PM യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസറും കൂടി നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ എന്താ പറയുക അബ്സോർബ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഒരിക്കലും നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സൺ പ്രൊട്ടക്ഷൻ. ഇപ്പൊ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ പുറത്തു പോകുമ്പോൾ മാത്രം ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ മതി എന്നുള്ളൊരു കാര്യം. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വേണം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്തും പിന്നെ വിൻഡോ സൈഡിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ വേണം. അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അലോങ് വിത്ത് നമ്മൾ എന്തായാലും ഒരു സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സൺ പ്രൊട്ടക്ഷൻ ഇതാണ് കേട്ടോ. ഈ ഒരു സൺ പ്രൊട്ടക്ഷനും എനിക്ക് സജസ്റ്റ് ചെയ്തത് അനുചേച്ചിയാണ് കേട്ടോ. അപ്പൊ ഇത് UV ഡോക്സിന്റെ സൺസ്ക്രീൻ ആണ്. UV ഡോക്സ് ഗോൾഡ് സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ. ഇതിനകത്ത് SPF PA+++50 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് പലർക്കും ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാത്തതിനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സ്വെറ്റി ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വേറെ സൺസ്ക്രീനും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമില്ലാതെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സ്വെറ്റ് ആവുന്നത് പോലെയും നമ്മുടെ മുഖം ഡള്ളാവുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇതും കുറച്ച് പ്രൈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ വർത്ത് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് അടുത്തുള്ള ഫാർമസിയിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നൈക്ക അതിനകത്ത് നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇത് ഫേസിനും നെക്കിനും ബോഡിക്കും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ AM റുട്ടീന്. അപ്പൊ
അത് ഞാൻ ക്ലെൻസ് ചെയ്തു, അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്തു, അതിനുശേഷം ഒരു സെറം അപ്ലൈ ചെയ്തു, അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു, പിന്നെ സൺ പ്രൊട്ടക്ഷൻ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ AM റൂട്ടീൻ പോകുന്നത്. അപ്പൊ PM റൂട്ടീനും ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യണം. ക്ലെൻസിന് ഞാൻ ആ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളിന്റെ ആ ഒരു ഫേസ് വാഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. ടോണർ ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിറം അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് വൈറ്റമിൻ സി സിറം തന്നെ നൈറ്റും അപ്ലൈ ചെയ്യാം. രണ്ട് സമയത്തും AM ആൻഡ് PM നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് വൈറ്റമിൻ സി സിറം. അത് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും നന്നായിട്ട് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് രാവിലെ അത് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഒന്നുകിൽ ഞാൻ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഒരു 2 months ആയിട്ട് ഞാൻ എന്റെ PM സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റെറ്റിനോൾ. എല്ലാവരും ഇപ്പോൾ അവരുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു റെറ്റിനോൾ സിറം എന്ന് പറയുന്നത്. ഞാൻ മിനിമലിസ്റ്റിന്റെ റെറ്റിനോൾ സിറമാണ്, 0.3% റെറ്റിനോൾ ആണ്, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ 2 months ആയിട്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ആഴ്ചയിൽ ഒരു 3 ദിവസമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഈ ഒരു രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പൂജയായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു റുട്ടീനാണ് ഇത്. എന്താ പറയുക, ഇത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഏരിയ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ നോസിന്റെ സൈഡ്, കണ്ണിന്റെ ഈ ഒരു സൈഡ്, ചുണ്ടിലൊന്നും ഈ ഒരു സംഭവം ആവാൻ പാടില്ല. അതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ അവിടെയൊന്നും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതും ഇങ്ങനെ ഒരുപാട് മസാജ് ചെയ്തൊന്നും പിടിപ്പിക്കാതെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. മെല്ലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാനേ പാടുള്ളൂ. ആഴ്ചയിൽ ഒരു 2 ദിവസമായിട്ട് ആദ്യം തുടങ്ങി നോക്കുക, പിന്നെ ഒരു 2 weeks കഴിഞ്ഞാൽ 3 days ആയിട്ട് തുടങ്ങി നോക്കുക. അങ്ങനെ വേണമെങ്കിൽ ഒരു 4 to 5 days വരെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ 3 days മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ റെറ്റിനോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആന്റി ഏജിങ്ങിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് വരില്ല. നമ്മൾ ഒരു 30+ ഒക്കെ ആയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഫൈൻ ലൈൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരാൻ തുടങ്ങും, റിങ്കിൾസ് വരാൻ തുടങ്ങും. നമ്മൾ ചിരിക്കുമ്പം എന്ന സ്മൈൽ ലൈൻസ് എന്നൊക്കെ പറയില്ല, അതൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു റെറ്റിനോളിന്റെ ഉപയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറും ടോണും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഇപ്പം ചിലർക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ പോർസ് ഉണ്ടാവും. അപ്പൊ ആ പോർസ് ഒക്കെ ഒന്ന് ഡിമിനിഷ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ആക്കി നമ്മുടെ സ്കിന്നിനെ കീപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, ചിലർക്കൊക്കെ ഈ സൺ ഡാമേജ് ഒക്കെ ആയിട്ട് നല്ല പോലെ പിഗ്മെന്റേഷനും ടോൺ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ടോണൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ബ്രൈറ്റർ ആക്കാനായിട്ട് ഈ ഒരു റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആക്നീസ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിവെൻഷൻ കിട്ടാനും റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോ ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് റെറ്റിനോൾ സിറം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 months ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഒന്നും ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യുന്നില്ല. അതും ഇടയ്ക്ക് വെച്ച് എനിക്ക് എന്താ പറയുക, ഒരു 2 weeks 3 weeks ഒന്നും 2 weeks എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ സമയത്ത് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളാണ് ശരിക്കും ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പൊ ആ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ റെറ്റിനോൾ സെറം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു 5 minutes എങ്കിലും നമ്മളത് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമായിരിക്കണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും എന്താ പറയുക, മെജോറിറ്റി ഡേയ്സിലും ഈ ഒരു സെയിം മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യാറ്. ചില ദിവസങ്ങളിൽ മാത്രം, അതായത് എന്റെ മൂഡ് പോലെയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ സിമ്പിളിന്റെ ഈ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളിന്റെ പ്രൊട്ടക്ടിങ് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ ആ മോയ്സ്ചറൈസിങ് കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫിനിഷ് ആയി. അപ്പൊ AM ആൻഡ് PM റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് സിറം പാർട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിസ് ഔട്ട് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതായിരിക്കണം നമ്മുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. ഈ രീതിയിൽ നമ്മൾ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഈവൻ നമ്മളൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിലാണെങ്കിൽ പോലും, അതേപോലെ തന്നെ ഇത് എക്സ്റ്റേണൽ സ്കിൻ കെയർ ആണ്, ഇന്റേണൽ സ്കിൻ കെയറിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഓക്കെ ആയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് വന്ന് കംപ്ലൈന്റ് പറയേണ്ടി വരില്ല, ചേച്ചി എന്റെ സ്കിന്ന് ഡള്ളായി പോകുന്നു, എന്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് മാർക്ക് വരുന്നു, എന്റെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോയി, അല്ലെങ്കിൽ എന്റെ സ്കിന്നിന്റെ ആ ഒരു ഗ്ലോ പോയി, അതുകൊണ്ട് എനിക്ക് ഡയറ്റ് ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയൊന്നും കംപ്ലൈന്റ് യാതൊരു ആവശ്യം വരില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഒക്കെ ഇരിക്കുക. അപ്പൊ അത് പ്രോപ്പറായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ലവ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന പ്രൊഡക്റ്റുകളൊക്കെ കഴിയുന്നതും അതിന്റെ ലിങ്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യാനായിട്ട് നോക്കാം. പക്ഷെ അത്
നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പോലെയാണ് ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയാണ്, തുളസി ചേച്ചി പറഞ്ഞു അല്ലെ, തുളസി ചേച്ചി ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങളത് യൂസ് ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ സ്കിൻ ഐഡന്റിഫൈ ചെയ്ത് അതിനൊക്കെ ഏത് പ്രൊഡക്റ്റുകളാണോ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള വീഡിയോസ് ഇതിനെ പറ്റി ഇടുന്നതാണ്. അശ്വതി ചേച്ചി, അതുപോലെ തന്നെ ഐശ്വര്യ ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ട്. അവരുടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കുക എന്ത് സ്കിൻ ടൈപ്പാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം, നല്ല പ്രോപ്പർ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓരോ പ്രൊഡക്ട്സും യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി, ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്തേനെ. നമ്മുടെ നാളത്തെ ടാസ്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ 5th ഡേയിലെ ടാസ്ക് നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്കിൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അതായത് നാളെ നിങ്ങൾ കഴിക്കുന്ന 3 മെയിൻ മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, ഈ 3 മെയിൻ മീൽസിനകത്തും ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രോട്ടീൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറുപയർ, കടല, അല്ലെങ്കിൽ ഗ്രീൻ പീസ്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ എഗ് കറി കഴിക്കാം, ചിക്കൻ കറി കഴിക്കാം. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഉച്ചയിലത്തെ ഫുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കേർഡ് യൂസ് ചെയ്യാം പ്രോട്ടീന് വേണ്ടി, അല്ലെങ്കിൽ പരിപ്പിന്റെ കറി യൂസ് ചെയ്യാം, ഫിഷ് കറി യൂസ് ചെയ്യാം, ചിക്കൻ കറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക സാമ്പാർ നിങ്ങൾക്ക് കഴിക്കാം, അതിലും പരിപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പരിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി നാളത്തെ ഉച്ചക്കത്തെ ഫുഡിന്റെ കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഡിന്നറിലോട്ട് വരികയാണെങ്കിലും എന്തെങ്കിലും ഒരു ടൈപ്പ് പ്രോട്ടീൻ, അതിപ്പോൾ രാവിലത്തെ പ്രോട്ടീൻ നിങ്ങൾ ഉണ്ടാക്കിയ ചെറുപയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൈറ്റിലെ ഫുഡിന്റെ കൂടെയും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ 3 നേരവും ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രോട്ടീൻ ഒന്ന് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ നാളത്തെ ദിവസം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ 1200 കലോറി മീൽ പ്ലാൻ ഫോളോ ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് വർക്ക്ഔട്ടിന്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ 8 ഗ്ലാസസ് വാട്ടർ, മിനിമം 8 ഗ്ലാസ് വാട്ടർ ഫിനിഷ് ചെയ്യാൻ നോക്കുക. മിനിമം 3000 സ്റ്റെപ്സ് നടക്കാൻ വേണ്ടി നോക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു 1-2 ടൈപ്പ് ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതോടൊപ്പം തന്നെ 3 നേരവും നിങ്ങൾ പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാ ടാസ്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയാണ് നമ്മുടെ ടാസ്കിന്റെ ഡീറ്റെയിൽസും പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയോ എന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ചുരുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഡേ 6 ടാസ്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.